അതാണ് അരസാബോയ്. അരസാബോയിന്റെ ലീഫ് ഒരു ചെറിയ റഫ് പരിക്കനായിട്ടാണ്, പക്ഷെ അതിന്റെ പഴത്തിന് നല്ല ഫിനിഷിംഗ് ആണ്. ഗ്ലേസിംഗ് ഉള്ള ഒരു പഴമാണ്. അത് പല ആളുകൾക്ക് ഭയങ്കര. അതൊന്ന് കയ്യിൽ പറിച്ചെടുത്ത് നോക്കാം, കയ്യിൽ പോരും അത് പെട്ടെന്ന്. ഒരു സോഫ്റ്റ് ആണല്ലോ അതിന്റെ സൈസ് കണ്ടോ. ഇതാണ് അരസാബോയ്. പല ആളുകളും ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പല ആളുകളും നല്ല ഇതുള്ള ആളുകളോട് പറഞ്ഞാൽ ചില ആളുകൾ പറയും അതല്ല ഇതല്ല അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇതാണ് ശരിക്കും അരസാബോയ്. ഇത് ശരിക്കും ഞാൻ തൈകൾ ഉണ്ടാക്കൽ കുറവാണ്. നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സൺഡ്രോപ്പാണ്. അപ്പൊ ഇത് ഈ സൺഡ്രോപ്പ് ഒരാൾ കൊണ്ടുപോയിട്ട് അത് കായ്ച്ചിട്ടാണ് പറഞ്ഞത് അരസാബോയ് എല്ലാം ഭയങ്കര കംപ്ലൈന്റ് പറഞ്ഞ് ഒരു ഇതായത്. അതുകൊണ്ടൊന്ന് അറിയിക്കുക എന്നുള്ളതിനാണ് ഇപ്പൊ ഇത് എടുത്തിട്ടുള്ളത്. ഇതാണ് സൺഡ്രോപ്പ്, നമ്മൾ നേരത്തെ കാണിച്ച അരസാബോയ്. ഇതിനാ ഗ്ലേസിംഗ് ഇല്ല. പക്ഷെ ലീഫിന് ഗ്ലേസിംഗ് ഉണ്ടാവും. ലീഫ് ഒരു സോഫ്റ്റ് കുറച്ചും ഗ്ലേസിംഗ് ഉള്ളതാണ്. രണ്ടും ഉൾട്ടാണ്. ഗ്ലേസിംഗ് ഉള്ളിന് ലീഫ് മാറ്റം, മറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ട്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് അടുപ്പിച്ച് വെച്ച് നോക്കാം, അപ്പോഴാണ് ഇതിന്റെ മനസ്സിലാവുള്ളൂ. അന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മളൊരു ആവശ്യമാണ്. കാരണം നമ്മളെ തെറ്റിദ്ധരിക്കാൻ നമുക്കൊരു വിഷയം ഉണ്ടല്ലോ. കാരണം നമ്മൾ കൊടുത്ത സാധനം മാറി എന്നൊക്കെ പറയുമ്പോഴേ. ഞാൻ റഷീദ് മലപ്പുറം, റസിൻ എക്സോട്ടിക്. നമ്മൾ നഴ്സറി വരുന്നത് മലപ്പുറം ടൗണിൻ്റെ അടുത്ത് പെരിങ്ങോട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ മലപ്പുറം കളക്ടർ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് 3 കിലോമീറ്റർ, പെരിന്തൽമണ്ണ റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ, അതുപോലെ ചട്ടിപ്പറമ്പിൽ നിന്ന് വരികയാണെങ്കിൽ 3.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള വീട്ടിലേക്കുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ കായ്ച്ച ബട്ടർ, നല്ല അത്യാവശ്യം നല്ല പച്ചയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ബട്ടറാണ്. അതിൻ്റെ തൈകൾ ചെയ്തതാണ്. ഇത് കണ്ട എല്ലാം ഇത് വന്ന് ഇപ്പം ഇങ്ങനെ ഉണ്ടോ, ഇതൊക്കെ പിടിച്ചതാണ്. ഏകദേശം എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ബട്ടറാണ്. നമുക്ക് നാട്ടിൽ നമ്മളെ നാട്ടിൽ തന്നെ കായ്ച്ചതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ബട്ടറാണ്. എന്തായാലും 2 വർഷം അല്ലെങ്കിൽ 3ാമത്തെ വർഷം എന്തായാലും കായ്ക്കും. കണ്ടോ, ഒക്കെ പുതിയ ബ്രാഞ്ചസൊക്കെ അങ്ങനെ എല്ലാം പിടിച്ച് സെറ്റായതാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇത് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ 250-300 റേഞ്ചിലാവും കൊടുക്കും. സൈസ് വലുതാവുന്നതനുസരിച്ച് നമ്മൾ വലുതാക്കി കൊടുക്കും. എന്തായാലും ഈ ഇതിൽ തന്നെ പോവുകയാണെങ്കിൽ 250 രൂപ കൊടുക്കും. ഇത് നമുക്ക് ധൈര്യമായിട്ട് 100% വിശ്വസിച്ച് ഇവിടെ കായ്ക്കൊന്ന് ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ബട്ടറാണ്. ഇത് മുന്തിരി. ഇതിപ്പോൾ കായ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കുറേ കായുള്ളതൊക്കെ ആളുകൾ പെറുക്കിയെടുത്താണ്. ഇത് മുന്തിരിയിൽ ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന. പക്ഷെ ഒന്നും കൂടി ഞാൻ പറയാം, ഇത് 3 എണ്ണം 100 രൂപക്കാണ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ ഞാനൊരു കാര്യം പറയണം, ഒരു സത്യം ഇവിടെ നടക്കുന്ന സംഭവം പറഞ്ഞാൽ, ഇത് വരുമ്പോഴൊക്കെ കായ കൂടിയിട്ടാണ് വരുന്നത്. പക്ഷെ ഈ ഒരു മുന്തിരി ഉണ്ടല്ലോ, ഇതിന്റെ ലീഫ് കണ്ടോ, അതിന്റെ കട്ടിങ് ഉള്ള കണ്ടോ, അതിന്റെ ലീഫ് പറഞ്ഞാൽ റൗണ്ട് ഇലയാണ്. അതായത് കട്ടി കൂടുതലുണ്ട്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ബ്ലേഡ്, ഇത് മറ്റേ ഈർച്ചവാള് പോലെ ഓരോ കട്ടിങ്സ് ഉള്ളതാണ്. ഇതാ അതിമ്മ കായ, അതിന്റെ അകത്തൊക്കെ കായ ഉണ്ടല്ലോ, അതാ അതിന്റെ ഉള്ളിലായി പോയി. ഈ മുന്തിരിയാണ് നമ്മളെ നാട്ടിൽ ഇവിടെ ഞാൻ കായ്ക്കണത് മിക്കവാറും കണ്ടത് എല്ലാം ഈ ടൈപ്പ് ലീഫുള്ള മുന്തിരിയാണ്. അപ്പോ ഇതിന് വില കുറവുണ്ട് ഈ മുന്തിരിക്ക്. പക്ഷെ ഇതിന്റെ മുന്തിരിക്കും വില കുറവ് തന്നെയാണ്. 50 രൂപക്ക് തൈനുള്ളൂ, അധികം ചെറിയൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഈ സാധനം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ വെച്ചിട്ടുണ്ട് കുറേ. ഞാൻ വെച്ചതൊക്കെ ഈ സാധനം നമ്മൾ വരുമ്പോഴൊക്കെ കായ ഉണ്ടാവും. പിന്നെ അത് കായ പിടിച്ചാൽ ഭയങ്കര സമയം പിടിക്കുന്നുണ്ട്. സമയം പിടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു ഇതിനെ കാണിക്കണില്ല. ഈ ഒരു റിസൾട്ട് കിട്ടില്ല. ഇപ്പൊ മുന്തിരി കാണൂലല്ലേ, അതിന്റെ അകത്ത് പോയതാണ്ടാ കൊലക്കണുണ്ടോ, അവിടെയൊക്കെ കൊലുണ്ട്. പക്ഷെ അതിന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അവിടെ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് സ്വീറ്റ് കൗലം മാൻഡറിൻ ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓറഞ്ച്. തണുപ്പുള്ള സ്ഥലത്ത്, സബ് ട്രോപ്പിക്കൽ ആണ് ശരിക്കും. എല്ലാ കായ്ക്കും നമ്മളെ നാട്ടില്. ഇത് ശരിക്കും പിന്നെ കട്ടപ്പന ഭാഗത്തൊക്കെ നല്ലോണം കായ്ക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഇവിടെ ആ ഗുണം കിട്ടാൻ കുറച്ച് പണിയാണ്. ഇതാണ് മാൻഡറിൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കായ്ക്കണ നിറയെ കായ്ച്ച് കൊലകുത്തി കായ്ക്കണ ഒരു ഓറഞ്ച് ഇല്ല, അതാണ്. ഇതിന്റെയൊക്കെ തൈകൾ 250 രൂപ വില ഉള്ളൂ കേട്ടോ, വരുന്നുള്ളൂ. പക്ഷെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ എന്താണെന്ന് വെച്ചാൽ കായ്ക്കും, പക്ഷെ ആ മധുരം കിട്ടൂല. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ ഏരിയയിലുള്ളവർ വരികയാണെങ്കിൽ അവർക്ക് തണുപ്പുള്ള മൂന്നാർ, കാന്തല്ലൂർ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കൊണ്ടുവച്ചാൽ നല്ല അടിപൊളി തൈകളാണ്. 250 രൂപയാണ് ഇതിന് എത്രയും വലിയ തൈകൾ കിട്ടാൻ വില. ഹാസ് വെറൈറ്റി അവക്കാടോ, ഇത് അവിടേക്കാണല്ലോ തണുപ്പിലാണ്. അതൊക്കെ 300 രൂപക്ക് ഹാസ് വെറൈറ്റി കൊടുക്കുക. ഇതാണ് തായ്ലൻഡ് ലെമൺ, മാർക്കറ്റ് ലെമൺ നേരത്തെ കാണിച്ച. ഇതൊക്കെ 150 രൂപന്റെ തൈയാണ്. ഇത് ബനാന നാംഡോക്കുമായിന്റെ ഒറിജിനൽ ഗോൾഡ്. ഇപ്പൊ മണ്ണുത്തിൽ നിന്നൊക്കെ പിന്നെ ഏത് നാംഡോക്കുമായി വരുന്ന ഗോൾഡിന്റെ സ്റ്റിക്കറാണ് കാണിക്കുന്നത്. പക്ഷെ എല്ലാവരും ഗോൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ ഗോൾഡിന്റെ തൈകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തൈകളാണ്. 250 രൂപക്കാണ് ഇതിന്റെ തൈകൾ കൊടുക്കുക. അപ്പൊ ഇത് ബുഷ് ഓറഞ്ച് ആണ്.
പക്ഷെ അതിനെ പറ്റി അറിയാലോ, അത് നമ്മള് ശരിക്കും പ്രത്യേകിച്ച് ഇനി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് തൊലി അടക്കട്ട് ജ്യൂസ് അടിക്കണ്ട, അപ്പോഴാണ് അതിന്റെ ഫ്ലേവർ കിട്ടുള്ളൂ. കറക്റ്റ് ടേസ്റ്റ് കിട്ടുമല്ലേ? ഫ്ലേവർ കിട്ടണമെങ്കിൽ അത്യാവശ്യം വലിയ ഇത് പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ ഒരു 3 അടി 4 അടിയുള്ള പ്ലാന്റ് ആണ്. ഇത് 350 രൂപ കൊടുക്കണം കേട്ടോ. ഓക്കെ, ചെറിയ പ്ലാന്റുകൾ നമ്മൾ 150 രൂപ കായലുണ്ട്, സ്റ്റോക്കിലുണ്ടല്ലോ. 150 രൂപ ഉള്ളൂ. ഇത് അതേമാതിരി നമ്മളെ ഒടിച്ചു കുത്തിയാറൊക്കെ പറയില്ലേ, സീഡ്ലെസ് ലെമൺ എന്ന് പറയണ ഇതുണ്ടോ, ഫുൾ കായോട് കൂടിയിട്ടുള്ള തൈകള്. ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇതൊക്കെ ഒരു 650 രൂപ അറേഞ്ച് വരുള്ളൂ അല്ലേ? ഇതൊക്കെ ഉണ്ടോ വലിയ റംബുട്ടാനുകളുണ്ടോ, എത്ര ഇതിന്റെ വലിപ്പം നോക്കി, ഹൈറ്റും ഇതൊക്കെ ഉണ്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട 700 രൂപ കേട്ടോ. ഇത്രയും വലുത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് 1 2 നാളെ തീർന്നു മറ്റന്നാളെ തീരുന്നൊന്നും പറയില്ല, ഇഷ്ടംപോലെ തൈകൾ വേണമെങ്കിൽ ഇത് കൊണ്ടുവരാനുണ്ട്. 700 രൂപക്ക് ഇത്രയും വലിയ തൈകൾ കൊടുക്കണം. ഏതാ വെറൈറ്റി ഇത്? NIT അല്ലേ? ഇതുണ്ടോ, ഇതാണ് ദുരിയാൻ. എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് ഞാൻ അധികം കണ്ടിട്ടില്ല. കായ്ച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ ഇത്രയും ചെറിയൊരു മരത്തിൽ കായ്ച്ചത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാല് ഈ സ്ഥലം എടുത്തിട്ട് ആകെ 3-3.5 വർഷമായിട്ടുള്ള അതിന്റെ അന്ന് ഒരു 2 അടിയുള്ള തൈ വെച്ചതാണത്. ഇപ്പൊ കണ്ടോ, ഇതാ ഫുള്ളായിട്ട് പൂവിട്ടു, കണ്ട അടിപൊളി കണ്ടാ. ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മോന്തോങ് പറഞ്ഞ വെറൈറ്റി കേട്ടോ. നമുക്കിത് എന്തായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, നമുക്ക് തന്നെ റിവ്യൂ ചെയ്യാൻ നമുക്ക് നോക്കാവുന്ന ഒരു വെറൈറ്റിയും കൂടിയാണിത്. ദുരിയാന്റെ ഒക്കെ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനൽ വഴി റഷീദ് ഖാന്റെ അടുത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതില് ഒരു ഇത്രയും ഒരു 100 പൂവിന്റെ മുകളിലുണ്ട്. പക്ഷെ ഒരു 2 പഴങ്ങൾ കിട്ടിയ സന്തോഷമായി. അപ്പോ ഇത് നമ്മളെ മേമി സപ്പോർട്ടാണ്. കായ പിടിച്ചല്ലേ? കായ പിടിച്ചു, അതാ ആ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു എന്ന് പറയാം. കാരണം ഒരു സപ്പോർട്ടറിന്റെ വലുപ്പമായി. കണ്ട മരത്തിൽ നിറയെ പൂക്കളാണ്ടോ, അങ്ങോട്ടൊക്കെ ഒന്ന് പിടിച്ചു നോക്ക്. ഇതാ ബാക്കിൽ ഇത് പിടിച്ചു നോക്ക്, ഫുള്ള് കായകളാണ്, പക്ഷെ കുറെ കൊഴിഞ്ഞു പോവാണ്. എന്തായാലും മരം ഇതിന് മെച്ചൂറായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. കാരണം കായ പിടിക്കാൻ തുടങ്ങി, കാരണം പൂവിടാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. നമ്മളെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിചയപ്പെടുത്തിയതൊക്കെ കാണാം. പൂവാണില്ലേ, ഇഷ്ടംപോലെ പൂക്കളും പഴങ്ങളും തന്നെയാണ്. പക്ഷെ എത്ര പിടിച്ചു കിട്ടുന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഓൾ സീസൺ ആയതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു അബിയുടെ തൈയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടി ഒരു വെറൈറ്റി. അതിലിപ്പോ ഏകദേശം 5-6 കായുണ്ട്. ഇതൊക്കെ നമുക്കൊരു 1200 രൂപ കൊടുക്കാൻ പറ്റും അബി കേട്ടോ. ഈ ഒരു 6 കായ ഇതിമുണ്ട്. അപ്പൊ ഇത് എന്താ വെച്ചാല്, ഇത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ശരിക്കും ഒരു ഒന്നിന്റെ അകത്ത് 2 സീഡിന് മിനിമം അല്ലെങ്കിൽ 3 സീഡ് കിട്ടും. ഏകദേശം ഇതിന് തന്നെ ഒരു 10-15 തൈകൾ ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് വരും. ഒരു തൈക്ക് 100 രൂപ വെച്ച് നോക്കിയാലും മതിയല്ലേ, ലാഭമാണ്. അത് മെഡൂസന്റെ പൈനാപ്പിൾ ആണ്. ഒരുപാട് വെറൈറ്റി പൈനാപ്പിൾ ഉണ്ട്, പക്ഷെ ഒക്കെ ഇപ്പൊ സ്റ്റോക്ക് കുറച്ച് തീർന്നു കഴിഞ്ഞ് റെഡി ആവണുണ്ട്. ഇത് മെഡൂസ പൈനാപ്പിൾ 50 രൂപ കൊടുക്കണം. 50 ഇത് ചൈനീസ് മുസംബിയാണ്. ഇതുണ്ടോ, കായുണ്ട്, ഇതാ നിറയെ പൂവുണ്ട്, കായുണ്ട്. ലീഫും കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കായ്ക്കുണ്ട് കേട്ടോ. അത് കാരണം മരം ഒന്ന് നന്നായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കായ് പിടിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒന്ന് നോക്കി പൂവ് കണ്ടോ, കായമുണ്ട്. ഇതാ പൂക്കൾ കായ പിടിച്ചു വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് സാധാ മുസംബി നമ്മളെ സാധാ നാടൻ കടയിലൊക്കെ വരുന്ന മുസംബി. 250 രൂപ ഉള്ളു തൈന് കേട്ടോ. ഈ ഒരു ഐറ്റം തൈ കായോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ കംബോഡിയൻ ചോദിച്ചിരുന്നു, കുറച്ച് ഇതിൻ്റെ ഇടയ്ക്ക് തീർന്നിരുന്നു. ഇപ്പൊ ഇത് കൊടുക്കുന്ന റേറ്റ് എത്രയായിരുന്നു? ഒന്ന് കൊടുക്കണം 150. ഒന്ന് കൊടുക്കുന്നത് 150. നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു കംബോഡിയ നമ്മൾ റേറ്റ് കുറയ്ക്കുന്നത്, അത് നമ്മൾ കുറച്ചു. ഒന്ന് കൊടുക്കണം 150, 3 എടുക്കണേ 200 തന്നാൽ മതി. എങ്ങനെ? 200 തന്നാൽ മതി. അത് 3 എടുക്കണ്ടെങ്കിൽ 200. കംബോഡിയൻ അല്ലേ? ഇതിപ്പോ കംബോഡിയന്റെ എന്താ വരുന്നത്, സീഡ് ആണോ അതോ ലെയർ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞാല് 350-400 ഒക്കെ ഉണ്ടായിരുന്നാണ്. നമ്മൾ ഒരു പീസിന്റെ വില 150 രൂപയാണ്, 3 പീസിന്റെ വില 300 രൂപയാണ്. ഈ കംബോഡിയന്റെ ഒരു സത്യാവസ്ഥ എന്താ? കംബോഡിയൻ ശരിക്കും ഒരു വൈൽഡാണ്. അത് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയൊരു ചൊറിയല് വരുന്നുണ്ട്. ഒരു എന്തായാലും പിന്നെ സാധാ മുദ്ദന്റെ അത്ര പെർഫെക്റ്റ് അല്ല, കാണാനും ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. മലപ്പുറം ടൗണിന്റെ അടുത്ത് സിവിൽ സ്റ്റേഷന്റെ അവിടുന്ന് മൃഗാശുപത്രിന്റെ റോഡിന് 3 കിലോമീറ്റർ. പാലക്കാട് കോഴിക്കോട് റോഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് കയറിയാൽ മതി. ചട്ടിപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 കിലോമീറ്റർ ഇങ്ങോട്ട്. ഇത് ജബോട്ടിക റെഡ് ഹൈബ്രിഡ് ആണ്. എന്താ നിറയെ കായുള്ള സംഭവമാണ്. അടിപൊളിയാണല്ലോ. ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് വെച്ചാണ്. ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഈ ബാച്ചിലുള്ളതുണ്ടോ, ഇവിടെ ഈ ബാച്ചിലുള്ളതൊക്കെ ഏകദേശം 5 വർഷം 6 വർഷം ബാക്കിയുള്ള മരങ്ങളാണ്. ഇതൊക്കെ നമ്മള് കഴിഞ്ഞ വർഷം തന്നെ ഒരു 8000-9000 കൊടുത്തിരുന്നു. ഇതിപ്പോ നമ്മൾ 5000 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത്രയും വലിയ തൈകള് 5000 രൂപയ്ക്കല്ലേ? വലിയ തൈകള് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും ഉണ്ട്. ഇതിൽ തന്നെ പല വെറൈറ്റികളും ഉണ്ട്. ഇത് ഏറ്റവും വലിയ തൈന്റെ വിലയാണ്, ചെറുതല്ല ഉണ്ടോ, അതിലൊക്കെ ഉണ്ടോ, ഇവിടെ നോക്ക, ഇതിലൊക്കെ കായ വന്നിട്ടാണ്. അത്യാവശ്യം എസാൽക്ക് ഉണ്ട്, എസ്കാർലറ്റ് ഉണ്ട്, പല വെറൈറ്റി ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ ഒരു അഭിപ്രായം പറയലുണ്ടാവും 5000 രൂപയെന്ന് ചോദിക്കലുണ്ടാവും. കാരണം 5000 രൂപക്കല്ല, ഇവിടെ 1500 രൂപക്കും കാഴ്ചതുണ്ട്. കാഴ്ച കൊടുക്കാണ്ട് അതിപ്പോൾ തന്നെ കാണിക്കാം. ബാക്കിലുണ്ട് എന്ന് പറയല്ല, ഇവിടെ കാണിക്കാം. ഇവിടെ തന്നെ കാണിക്കും നമ്മൾ. ഇത് ജപ്പാൻ പേരിൻ്റെ വലിയ തൈകൾ കേട്ടോ. നമ്മുടെ കായോടുള്ള വലിയ തൈകളാണ്. എത്ര ഹൈറ്റുള്ള തൈകളാണ്. ഇതൊക്കെ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ ഏകദേശം നമ്മളൊരു 750 രൂപ കൊടുക്കാം. 750 രൂപ കൊടുക്കാം. വലിയ തൈകളാട്ടോ. ഇതാണ് നല്ല ബുഷി തൈകളാണ്. അതിലൊക്കെ പൂവും കായുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇത് തായ്പിങ്കാണ്. ഇത് ചെറിയ തൈൻ്റെ വില നമ്മൾ 150 രൂപ കായലിൽ പറഞ്ഞു. ഇത് വെറും ഇത് നമുക്ക് 450 രൂപ കൊടുക്കാം. കായൽ തന്നെ ഉണ്ടോ. ഇത് വലിയ തൈകളാണ്, ബുഷി തൈകളാണ്. അതേപോലെ ബേറാപ്പിളിന്റെ വലിയ തൈകൾ കേട്ടോ. വലിയ തൈകൾ കായുള്ളത് കണ്ടോ, ഫുൾ കായാണ്. വലിയ തൈകളാണ്. ഇതൊക്കെ എങ്ങനെ? ഇതൊക്കെ ഒരു 550 രൂപ. 550 രൂപ അല്ലേ? വൈറ്റ് ഡയമണ്ട് പേരാ 250 രൂപ. വൈറ്റ് ഡയമണ്ട് അല്ലേ? വൈറ്റ് ഡയമണ്ട്. ഇതൊക്കെ നമ്മളെ റിസൾട്ട് ഇവിടെ ഓക്കെ ചെയ്തല്ലേ? അതെ അതെ അതെ. ഇത് അതേപോലെ തന്നെയാണ്. ഇതാണ് ജാർവി റെഡ്. ജാർവിയുടെ കുഞ്ഞു തൈനൊക്കെ 250 രൂപ ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ ഇതുണ്ടോ അത്യാവശ്യം നല്ല തൈകൾ കേട്ടോ. നല്ല ബുഷി തൈകൾ 250 രൂപ കൊടുക്കുന്നത്. ഇതാ ഉണ്ടോ, നല്ല ബുഷി തൈകൾ. അതിലൊക്കെ പൂവനുണ്ട് കണ്ടോ. കായുള്ളതിനുണ്ടായിരുന്നു. കായുള്ളൊക്കെ ആളുകൾ പൊറിച്ചെടുത്താൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇതാകണം കണ്ടോ, ഡാങ് സൂര്യൻ്റെ വലിയ തൈകൾ ഒരു 450 രൂപൻ്റെ വലിയ തൈകൾ കേട്ടോ. നല്ല തൈകളാണ്. പിന്നെ ഇവിടെ കാണിക്കാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചാൽ ഇതൊക്കെ ഒരു പഴയ സംഭവമായിരുന്നു. ഇപ്പോഴൊന്നും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതെ അതെ. ഇതിന്റെ ടേസ്റ്റ് എന്താ അവസ്ഥ? ഇത് സാധാ പപ്പായ പോലെ തന്നെ. സാധാ പപ്പായ പോലെ തന്നെ. ടേസ്റ്റ് മാറ്റൊന്നുമില്ല, പക്ഷെ കളർ മാറ്റം ഉണ്ടെന്നല്ല. അതൊന്നുമില്ല. നമുക്ക് വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ആണ്. മൾബറി ഒക്കെ വലിയ കടവണ്ണുള്ള വേണമെങ്കിൽ ഉണ്ട് കേട്ടോ അവിടെ. അതിപ്പോൾ കട്ട് ചെയ്താണ്. ഇന്ന് വന്നിട്ട് കായ്ച്ചിട്ട് വേണം. അതേപോലെ അതൊക്കെ ഉണ്ട്. അതുണ്ട്. അതൊക്കെ ലോങ് മൾബറി. അതൊക്കെ 300 രൂപേൻ്റെ തൈകളാണ്. ഓക്കെ. പിന്നെ ഇതാണോ മറ്റേ ചിക്കൻ ഗ്ലോ ഡ്രാഗൺ. ഈ തൈകളുണ്ട്. ഇതൊക്കെ 300 രൂപ കേട്ടോ. നല്ല 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 റിസൾട്ട് ഉണ്ട്. കായ്ക്കുണ്ട്, മധുരണ്ട്. സാധാ മൾബറിന്റെ പോലെയാണ്, പക്ഷെ മധുരണ്ട്. പിന്നെ ഇതാകണു വലിയ തായ്ക്കിങ് ആണ്. ബ്ലാക്ക് വലുത് ആവശ്യമുള്ളവർക്ക് ഉണ്ട്. സബാർ അങ്ങനെ വലിയ തൈകള്. അടിപൊളി ഒരു പ്ലാന്റ് ഉണ്ടല്ലോ. അതൊക്കെ കാഴ്ച മരങ്ങളാണ്. പിന്നെ അതേപോലെ തായ്ക്കിങ് ഞാവൽ വലിയത് അല്ല ഹൈറ്റ് ഉള്ളത് 450 രൂപ. ഇത്രയും വലിപ്പമുള്ളത്. ഇതിന് 300 രൂപേൻ്റെ തൈകൾ അവിടെ ഉണ്ട്. കാണിക്കാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സബാർ 1500 രൂപ. അല്ല സബാർ സോറി, എസ്കാർലറ്റ്. കായണ്ടില്ലേ 1500 രൂപ കാഴ്ച പ്ലാന്റ്. ഇതിൽ 2000-ന്റെ 2200-ന്റെ ഒക്കെ ഉണ്ട് പ്ലാന്റുകൾ. അതിനനുസരിച്ച് ചെടികൾ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. ഏകദേശം നമ്മളിവിടെ ഞാൻ കണ്ടൊരു നഴ്സറിയിലൊക്കെ ഒരു 5000 രൂപ കൊടുക്കുന്ന സാധനമാണ് ഞാൻ ഇവിടെ 2200 കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അതായത് 8000-10,000-ന്റെ തൈകളാണ് ഞാൻ 5000 രൂപ കൊടുക്കുന്നത്. ഇപ്പൊ കൂടുതൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് നഴ്സറിക്കാരാണ്. അതും പറയാലോ. നമ്മൾ ഹോൾസെയിലായിട്ടാണ് ഒന്നും കൂടി കുറച്ച് കൊടുക്കും. ഈ 5000 എന്നുള്ളത് അതിലും കുറച്ച് കൊടുക്കും. റഷീദ് തൊട്ട് ബാക്കിൽ ഒരു അടിപൊളി ലോങ് നിൽക്കുന്നുണ്ടല്ലോ. ഇത് നമ്മള് ഇത് പിന്നെ തായ്വാൻ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് എഡോസ്റ്റാർ ഇല്ലേ? ഇതാ കണ്ടോ, നല്ല അടിപൊളി പഴമാണ്. ഇത് ഫസ്റ്റ് ഉണ്ടാവുകയാണ്. ചിലപ്പോൾ ഇതിൽ കുറച്ച് സീഡ് ചിലപ്പോൾ വലുതായി വരും. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കല്ലേ? നമുക്കൊന്ന് നോക്കാം. ഇതാ നല്ല അത്യാവശ്യമാണ്. ഇതാ കഴിച്ചു നോക്കി. സീഡ് അത്രത്തോളം വലുതല്ല. ഇല്ല, അത്ര വലുതാവും. എന്താ പറയുക, ഇത് ഫസ്റ്റ് ഉണ്ടാവാണ്. ശരിക്കും എന്താ മരം ഒന്നുകൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ സീഡ് ചെറുതാവും. പിന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്, അത്യാവശ്യം നല്ല കായ്ക്കണമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യണ 2 സാധനമാണ്. ഒന്ന് എഡോസ്റ്റാറും ഒന്ന് ഡബിൾ ലോങ്ങനും. ഒരു ഫ്ലേവർ ഉണ്ട് തോന്നുന്നു. നല്ല ഫ്ലേവർ. അതെന്താ അറിയോ, ഇതൊന്നും മാർക്കറ്റിൽ വരുന്ന ഒന്നും ശരിക്കും ഫുൾ പഴുത്തിട്ടല്ല. ഇത് നമ്മൾ മാക്സിമം മൂത്തിട്ടാണ് നമ്മൾ ഇതിന്ന് പറിക്കുന്നത്. സൈസും കണ്ടില്ല. സൈസും അത്യാവശ്യം നല്ല സൈസ് ഉണ്ടോ? സൈസ് ഉള്ളതല്ലേ, നല്ല കായ പിടിക്കുന്നുണ്ട്. അത്രയും ചെറിയ ടൈമിൽ എത്രയും കായുള്ളത് അതന്നെ പറയാം. പിന്നെ ബ്ലാക്ക് ലീഫ്, അതായത് ന്യൂ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതും നല്ല കായ്ക്കുന്നുണ്ട്. പക്ഷെ അതിന് മെഡിസിൻ ഒഴിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യാൻ കഴിയണമെന്ന് ശരിക്കും തായ്ലൻഡും മറ്റുള്ള ഇതിലൊക്കെ അത് ചെയ്തിട്ട് തന്നെയാണ് ഇത് കായ്പ്പിക്കണത്. പക്ഷെ നമ്മളൊരു കമേഴ്സ്യൽ രീതിയിൽ ചെയ്യുമ്പോൾ പറ്റും. ഒരു വീട്ടുകാരനെ സംബന്ധിച്ച് ഇതൊക്കെ തപ്പിപ്പിടിച്ചുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നടക്കാത്തൊരു സംഭവമാണ്. പക്ഷെ ഇതിനതൊന്നും വേണ്ട. ഇതിന് വെറും വളം കൊടുത്താൽ തന്നെ ഇത് കായ്ക്കും. നല്ല വെയിലുള്ള ഇടത്ത് വെക്കണമെന്ന് മാത്രം. ഇതിനൊക്കെ തൈകൾ വരുന്നത് നമ്മുടെ അടുത്ത് 400 രൂപ മുതൽ തൈകളുണ്ട് കേട്ടോ. മാവുകൾ എല്ലാ ഐറ്റം മാവുകളുണ്ട്. ഇതാ കാലാപ്പാടി, ഇതാ 250 രൂപ കാലാപ്പാടി. അതേപോലെ മല്ലികൻ്റെ ഒക്കെ തട ഇത്രയും വലിയ മാവിന് 100 രൂപയുള്ളൂ കേട്ടോ മല്ലിക. അതേമാതിരി ഹിമാപസന്ത് 150 രൂപ. അത്രയും വലിയ തൈകൾ.
അപ്പോൾ 150 100 മുതൽ ഇവിടെ മാവും തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഏത് മാവ് ചോദിച്ചാലും ചെറുതുണ്ട് വലുതുണ്ട് എല്ലാം ഉണ്ട്. ഏത് സൈസിലുള്ള അൽഫോൺസ മാവൊക്കെ ഉണ്ട്. അതൊക്കെ 150 രൂപ കേട്ടോ. അൽഫോൺസ ഇതാണ് 150 രൂപ. ഇത് കോശേരി ഉണ്ട് 200 രൂപ. പിന്നെ എല്ലാ മാവുകളും ഉണ്ട്, ഏത് മാവും ഇല്ലാത്തില്ല. ഇത് ആപ്പിൾ റുമാനിയാണ് 250 രൂപ, വലിയ തൈയാണ് ഈ ഒരു സൈസിലുള്ള. പിന്നെ നമ്മളെ മാവുകളുണ്ട്, നമ്മള് മല്ലിക ഞാൻ ചെയ്യണുണ്ട്. നമ്മളെ മരം എല്ലാവരും ഫേമസ് ആയതാണ്. ആ മരത്തപ്പം നമ്മളെടുത്ത് ചെയ്യേണ്ട 250 രൂപക്കാണ് അതിന്റെ തൈകൾ കൊടുക്കുന്നത്. അത് നമുക്ക് ഇവിടെ ട്രോപ്പിക്കൽ ഇവിടെ കായ്ക്കുന്ന ഉറപ്പിച്ച സംഭവമാണ്. ഈ മല്ലിയൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ബനാന മാങ്ങ ചെറുത് 200 രൂപക്ക് നല്ല ബനാന മാങ്ങ നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയാണ്. നമ്മൾ കാഴ്ച മരത്തുമ്പോൾ 200 രൂപ. ഇത് മാംഗോ ചക്കരക്കുട്ടി നമ്മളെ ഹോം ഗ്രൗണ്ട് ആണ്, അതുകൊണ്ട് കുറച്ച് വില വരും. ഒരു 350 രൂപക്ക് വില വരും. പിന്നെ മൂവാണ്ട ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യണ തന്നെയാണ് മൂവാണ്ട മാവ്. അതേപോലെ അങ്ങനെ 150 രൂപക്ക് ബ്ലാക്ക്. മറ്റേ എന്താണ് അതിന്റെ പേര്? കസ്തൂരി ബ്ലാക്ക് മാംഗോ. പിന്നെ അതേപോലെ ഇത് നമ്മുടെ നാട്ടിൽ കായ്ച്ചൊരു മാവിന്റെ തൈകളാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പേരൊന്നും ഇട്ടില്ല. ഒരു ഫ്രണ്ട് ഉണ്ട് സുജിത്ത് എന്ന് പറഞ്ഞാൽ, അവൻ്റെ വീട്ടിലുണ്ടായതാണ്. അവനിത് മരം വെട്ടേണ്ട ആവശ്യം വന്നപ്പോൾ എന്തായാലും അതിന് കുറച്ച് തൈ ഉണ്ടാക്കണം പറഞ്ഞ് ഞാൻ തൈ ഉണ്ടാക്കിയാണ്. എന്തായാലും 200 രൂപ തൈ കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ, നാലുള്ള ടൈപ്പാണ്. ഇത് കൊഹല ലോങ്. എങ്ങനെ നമുക്ക് കൊടുക്കുന്നത്? ഇത് 700 രൂപ. ഇതൊക്കെ പൂട്ടിയിരുന്ന മരങ്ങളാട്ടോ. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് പുതിയ ബ്രാഞ്ച് വന്നാണ്. 700 രൂപക്കാണ് ഇത് കട്ട് ചെയ്ത ഭാഗമൊക്കെ. ഇതിന്റെ ചെറിയ തൈകളുണ്ട് 350 രൂപ ഇപ്പൊ തൈകളുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. 350 രൂപ മുതലുള്ള നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് ചെറിയ സൈസാണ്. ഈ വലുതിന് 700 രൂപ. ഇതാണ് 4 സീസൺ. 4 സീസണൊക്കെ 500 രൂപ കൊടുക്കുന്നത്. 500 രൂപയ്ക്ക്. പിന്നെ 4 സീസണിന്റെ ഫുൾ കായോട് കൂടിയുള്ള തൈകൾ ബുഷായിട്ടുള്ള തൈകള് ഇതൊക്കെ 3000 രൂപ വിലയുണ്ട്. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാം. ഇത് പൂവിട്ടതാണ് 4 സീസൺ. ഇതൊക്കെ 1200 രൂപ കൊടുക്കുന്നത്. പൂവിട്ട തന്നെയാണ്. ഇതാണ് തായ്ക്കിങ് ഞാവൽ കേട്ടോ, 300 രൂപന്റെ നല്ല അടിപൊളി വൃത്തിയുള്ള തൈകൾ. അതേപോലെ അതിന്റെ വൈറ്റ് 250. ഇത് സീഡ്ലെസ് ലെമണിന്റെ തന്നെ നമ്മളെ പിന്നെ വെരിഗേറ്റഡ്. ഇത് ഫിംഗർ ലെമൺ അറിയില്ലേ? ഫിംഗർ ലെമണൊക്കെ 350 രൂപ ഹോൾസെയിൽ വിലയാണ്. ഇത് നമ്മൾ 250 രൂപ കൊടുക്കുന്നത്. ഒരു ടൈമിൽ നമ്മുടെ വീഡിയോ കത്തി കയറിയ സാധനം കൂടിയാണ്. ഇതൊക്കെ റംബൂട്ടാൻ 150 ആണ്. ഇതൊക്കെ ഇത് ഇന്ത്യൻ മുസംബി ഇതൊക്കെ ഉണ്ട്. 150 രൂപ 200 രൂപ കൊടുക്കണ മുസംബികളാണ്. ഇത് ജയന്റ് അബിയു. കാരണം അബിയുകൾ എന്താ വെച്ചാൽ ഇപ്പോഴേ ഈ പിന്നെ മറ്റേ ക്രോസ് പോളേഷൻ നടന്നിട്ട് ജയന്റ് ഓവല് മറ്റൊന്നും പറഞ്ഞപ്പോൾ കൊടുക്കാൻ കഴിയില്ല. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ മരങ്ങളുണ്ടല്ലോ അതിന്മേൽ അതേപോലെ കായ്ക്കുന്നുണ്ട്. അതിമെന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജയന്റ് ഏറ്റവും വലിയ പഴമുണ്ടല്ലോ അതിൻ്റെ തൈമെന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ്. ഇപ്പോൾ ഇത് കായ്ച്ചിട്ടുണ്ട് കണ്ടോ, ചെറിയ ചട്ടിയാണ്. ഇങ്ങനെ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ ചെറിയ കുഞ്ഞു തൈൽ തന്നെ കായ്ച്ചു വരുന്നുണ്ട്. ഇതിന്റെ ചെറിയ മരങ്ങൾ തോട്ടത്തിലുണ്ട് കേട്ടോ, ചെയ്ത് മണ്ണിൽ വെച്ചത്. അതിനൊക്കെ കായുണ്ട്, കാണിക്കാം. ഇതിപ്പോ നമുക്ക് കൊടുക്കാനുള്ളതാണോ? ഇതിപ്പോ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പോട്ടിലൊന്ന് വെച്ചതാണ്. പക്ഷെ ഇതിന്റെ തൈകളിപ്പോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചു. എത്ര രൂപ മുതലുണ്ട്? 250 രൂപ ഗ്രാഫ്റ്റ് ചെയ്ത്. കമ്പോഡിയൻ ചാക്കാണ്. 200 രൂപ കൊടുക്കണ കമ്പോഡിയനാണ്. അത് ഇവിടെ 350 ഉണ്ട്, 500 ഉണ്ട്, 800 1000 വരെ വലിയ കമ്പോഡിയൻ ചാക്ക് വരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കേട്ടോ. നാളെ മറ്റന്നാളെ കയറ്റി ഇവിടെ എത്തും. ഇത് ബക്കുപ്പാരി പറഞ്ഞ ഫ്രൂട്ടാണ്. അതായത് ബറാബല്ല, ഇതിന് നിപ്പിൾ ടൈപ്പ് ആണ് വരിക. ഇതിന്റെ കണ്ടോ കണ്ടോ, കംപ്ലീറ്റ് നിപ്പിളാ വരിക കണ്ടോ. അപ്പൊ ഇത് നിറയെ കായ്ക്കണ ഒരു പുളിമധുരം തന്നെ. കുറച്ചും കൂടി മധുരം കൂടുതൽ ഇതിനുണ്ട്. അത്രേ ഉള്ളൂ.